ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രാഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളായ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന ഈ വിഷയത്തിൽ 21ാമത്തെ റിലേഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് ദ ഹെഡ് ഓഫ് ദി കോർണർ ഓർ ചീഫ് കോർണർ സ്റ്റോൺ. മലയാളത്തിലാണെങ്കിൽ ക്രിസ്തു തന്നെ മൂലക്കല്ല്. അല്പം ഹാർഡായിരിക്കുന്ന ഒരു റിലേഷനാണ് ഈ ഒരു റിലേഷൻ. ക്രിസ്തു മൂലക്കല്ലെന്ന് നാം വായിക്കുമ്പോൾ വളരെ ലളിതമായ രീതിയിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഈ കോർണർ സ്റ്റോൺ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ കോർണർ എന്ന വിഷയം നാം കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ നമ്മളുമായുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടി വ്യക്തമാക്കി ലഭിക്കും. അതിലേക്ക് ചില കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് വചനത്തിൻ്റെ വിവിധ ട്രാൻസ്ലേഷനുകളിൽ വന്നിരിക്കുന്നതായിട്ടുള്ള വാക്കുകളുടെ ഉപയോഗം ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. കിങ് ജെയിംസ് വെർഷനിലാണ് എഴുതിയിരിക്കുന്നത്, സ്റ്റോൺ വിച്ച് ദ ബിൽഡേഴ്സ് റിഫ്യൂസ്ഡ് ഈസ് ബിക്കം ദ ഹെഡ് സ്റ്റോൺ ഓഫ് ദ കോർണർ ആണെന്ന്. ന്യൂ കിങ് ജെയിംസ് വെർഷനിലാണെങ്കിൽ ദ സ്റ്റോൺ വിച്ച് ദ ബിൽഡേഴ്സ് റിജക്റ്റഡ് ആസ് ബിക്കം ദ ചീഫ് കോർണർ സ്റ്റോൺ എഴുതിയിരിക്കുന്നത്. വീണ്ടും RSVയിലാണെങ്കിൽ റിവേഴ്സ് സ്റ്റാൻഡേർഡ് വേഴ്സിലാണെങ്കിൽ ദ സ്റ്റോൺ വിച്ച് ദ ബിൽഡേഴ്സ് റിജക്റ്റഡ് ഹാസ് ബിക്കം ദ ഹെഡ് ഓഫ് ദി കോർണർ. മലയാളത്തിലാണെങ്കിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. 118-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യമാണിത്. ഇതിൻ്റെ കുറച്ച് ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജസ്റ്റ് സിമ്പിൾ ഒരു മീനിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദ കോർണർ സ്റ്റോൺ will sometimes be referred as foundation stone and is symbolic of Christ, whom the Apostle Paul referred as to the head of the corner and is the chief cornerstone of the church. A chief or head cornerstone is placed above two walls to keep them together and prevent the building from falling apart. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കണ ചിത്രത്തിൽ ഞാൻ രണ്ട് കോർണർ സ്റ്റോണുകളുടെ ഇമേജ് കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചിത്രം എടുത്തുള്ളൂ, ഏത് ബിൽഡിങ്ങിൻ്റെ ആണെന്നോ മറ്റൊന്നുമില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സാധാരണ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ശരിയായൊരു മീനിങ് നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ സാധാരണ ബിൽഡിങ്ങിൻ്റെയോ അത് നമ്മുടെ സ്വന്തം വീടുകളുടെയോ ആണെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളുടെയോ പൊതുസ്ഥാപനങ്ങളിൽ തന്നെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുകയാണെങ്കിൽ അതൊരു കോർണറിലല്ല ഇടുന്നത്. മിക്കവാറും പ്രവേശന കവാടത്തിൻ്റെ താഴെ വരുന്ന ആയിട്ടാണ് ഇടുന്നത്. അത് എല്ലാവരും കാണത്തക്കവണ്ണം എന്നാണ് ആ ബിൽഡിംഗ് പണിതത്, ആരാണ് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്ക്രൈബ് ചെയ്യുന്ന ഒരു കല്ല് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് സാധാരണ വിശ്വാസികളുടെയും അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെയും ഈ കോർണർ സ്റ്റോൺ എന്നുള്ള മീനിങ്ങിൽ അർത്ഥം ഗ്രഹിച്ചിരിക്കുന്നത് തെറ്റായ ഒരു രീതിയിലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ സാധാരണ ഇത് വിക്കിപീഡിയയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്, എ ചീഫ് ഓർ ഹെഡ് കോർണർ സ്റ്റോൺ ഈസ് പ്ലേസ്ഡ് എബവ് ടു വാൾസ് ടു കീപ് ദം ടുഗദർ ആൻഡ് ടു പ്രിവെൻറ്റ് ദ ബിൽഡിംഗ് ഫ്രം ഫാളിങ് അപ്പാർട്ട്. ഒരു രണ്ട് ചുമരുകൾ പെർപെൻഡിക്കുലറായിട്ട് വരുമ്പോൾ 90 ഡിഗ്രി ആംഗിളിൽ വരുമ്പോൾ സാധാരണ നമ്മളിവിടെ ചിത്രത്തിൽ കാണുന്നതും സാധാരണ താഴെയായിട്ടാണ് നമ്മുടെ സങ്കല്പങ്ങൾ വരുന്നത്. സാധാരണ അങ്ങനെയല്ല. ടോപ്പിൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ഈ രണ്ട് വാളുകളും ചുമരുകളും തമ്മിൽ വീണ് പോകാതെ സെപ്പറേറ്റായിട്ട് അകന്നു പോയി വീണ് പോകാതെ വേണം ഒരേ കല്ലിന്മേൽ തന്നെ രണ്ട് സൈഡിലേക്കും 90 ഡിഗ്രി ആംഗിളിൽ വരുന്ന രണ്ട് വാളുകളെ തമ്മിൽ യോജിപ്പിക്കത്തക്കവണ്ണം ഒരേ കല്ലിൽ, മറ്റു കല്ലുകൾ വയ്ക്കുകയാണെങ്കിൽ വേറെ വേറെ കല്ലുകളായിരിക്കും, ഇത് ഒരേ കല്ലിൽ തന്നെ രണ്ട് സൈഡിലേക്കും വരത്തക്കവണ്ണം യോജിച്ച് നിൽക്കത്തക്കവണ്ണം ഒരു കല്ലാണ് വെക്കുന്നത്. ഇതിനെയാണ് കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹെഡായിട്ടാണ് ക്രിസ്തുവിനെ അപ്പോസ്തലൻ പൗലോസ് എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. നമുക്ക് അവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഫങ്ഷൻ ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ വിശ്വാസികൾക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം, ക്രിസ്തുവിനോടുള്ള ബഹുമാനം അല്ലെങ്കിൽ ആദരവ് എന്താണ് നമുക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഒരു കോർണർ സ്റ്റോണിനെ തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ് ക്രിസ്തു അതിൻ്റെ ഹെഡായി തീർന്നിരിക്കുന്നത്, കോർണർ സ്റ്റോണായി തീരണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കൂടെ കടന്നു പോകണം, എങ്ങനെയാണ് ഒരു കോർണർ സ്റ്റോണിനെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയും തന്നെ വളരെ
ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും ദൈവത്തോടുള്ള ഭക്തിയും അതുപോലെ തന്നെ ക്രിസ്തുവിനോടുള്ള നമ്മുടെ അനുസരണം, വിശുദ്ധ ജീവിതം എന്നീ കാര്യങ്ങളിൽ കുറച്ചും കൂടി ശുഷ്കാന്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാതെയും പഠിപ്പിക്കാതെയും ജീവിത അനുഭവത്തിലേക്ക് കൊണ്ടുവരാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ സൈറ്റാൻ ചർച്ചിനകത്ത് തന്നെ കയറി ഇത്രമാത്രം ഡിഫൈൽ ചെയ്ത് വളരെ മോശകരമായ ഒരു അവസ്ഥയിലാണ് ചർച്ചിൻ്റെ അവസ്ഥകളൊന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വാസ്തവത്തിൽ ക്രിസ്തുവിൽ വളരുവാൻ, ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉപദേശത്തിനായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, 2 ഭിത്തികൾ ജോയിൻ ചെയ്യുന്ന ഇടത്ത് ഒരു ഒറ്റക്കല്ലിൽ 2 ഭിത്തികളെയും പിടിച്ചു നിർത്തത്തക്ക വേണം വയ്ക്കുന്ന ഒരു കല്ലിനെയാണ് കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം തുടങ്ങി അപ്പോസ്തലനായ പൗലോസ് വിവരിച്ചിരിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം തുടങ്ങി. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. അതിൻ്റെ ഇംഗ്ലീഷിൽ തന്നെ വായിക്കുകയാണെങ്കിൽ 14 തുടങ്ങി, For he is our peace, who hath made both one and hath broken down the middle wall of separation between us, having abolished in his flesh the enmity, even the law of commandments contained in ordinances, for to make in himself, ഇത് ശ്രദ്ധിക്കണം, for to make in himself of twain one new man, so making peace. ഇത് നാം വായിക്കുമ്പോൾ ഒരർത്ഥത്തിൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് എടുക്കാം. യഹൂദന്മാരും ജാതികളും തമ്മിൽ വളരെ അകന്നിരുന്നതായിരുന്നു, ദൂരത്തായിരുന്നു. സമീപസ്ഥർ യഹൂദന്മാർ കുറച്ചും കൂടി ന്യായപ്രമാണപ്രകാരം ക്രിസ്തുവിലുള്ളതായിട്ടുള്ള വാഗ്ദത്തങ്ങളുടെ അവകാശങ്ങളുടെയൊക്കെയും പരിജ്ഞാനമുള്ളവരും പരിച്ഛേദനയേറ്റവരും അതുപോലെ തന്നെ വാഗ്ദത്തത്തിൻ്റെ സന്തതികളുമായിട്ട് നിൽക്കുന്ന സമയത്ത് ജാതികൾക്ക് ഒട്ടും അടുപ്പമില്ലാതെ ഇരുപക്ഷമായിട്ട് നിന്നിടത്ത് ക്രിസ്തു അതിനിടയ്ക്ക് വന്നു, മീഡിയേറ്ററായിട്ട് വന്നു, ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പൊതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും എന്ന് പറയാം. എന്നാൽ മാനവജാതിയെ മുഴുവനുമായിട്ട് എടുക്കുമ്പോൾ ദൈവം ഒരു പക്ഷത്തും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടതായ മനുഷ്യർ എല്ലാവരും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ക്രിസ്തു അതിന് ഇടയ്ക്ക് ദൈവവും മനുഷ്യനുമായിട്ട്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് കടന്നു വന്ന് ഇരുപക്ഷത്തെയും, ദൈവം ഒരു പക്ഷത്തും മാനവജാതി മുഴുവനും മറ്റൊരു പക്ഷത്ത് നിൽക്കുമ്പോൾ ഇരു കൂട്ടരെയും തമ്മിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. അവനിൽ പൂർണ്ണ ഡിവിനിറ്റിയുമുണ്ട്, അവനിൽ പൂർണ്ണ ഹ്യൂമാനിറ്റിയുമുണ്ട്. ഇത് ശരിക്കും മനസ്സിലാക്കിയെടുക്കണം. ശരിക്കും മനസ്സിലായാൽ മാത്രമേ ഈ മൂലക്കല്ലിന് 2 വശങ്ങളുണ്ട്. ഒരു സൈഡിലേക്കുള്ള ഭിത്തിയും മറ്റേ സൈഡിലേക്കുള്ള ഭിത്തിയും പിടിച്ചു നിർത്തണം. വീഴാതെ വണ്ണം പിടിച്ചു നിർത്തുക എന്നുള്ള ഫങ്ഷനാണ് മൂലക്കല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനാണ് ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ ആദ്യമായിട്ട് എടുത്തത്. മൂലക്കല്ലിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, 2 വാളുകൾ തമ്മിൽ ചേരുമ്പോൾ, ജോയിൻ ചെയ്യുമ്പോൾ അവ തമ്മിൽ വീണു പോകാതെ വണ്ണം ഒരേ കല്ലിൽ 2 വാളിലേക്കും പ്രൊജക്റ്റ് ചെയ്യുന്ന 2 സൈഡ് ഒരേ കല്ലിൽ നിന്ന് തന്നെ ഉണ്ടാകുകയും അതുമേൽ പണിയുന്ന മറ്റു കല്ലുകളൊക്കെയും ഈ മൂലക്കല്ലിനോട് ചേർത്ത് ഇണക്കി പണിയും. അങ്ങനെയാണ് ഈ മൂലക്കല്ലിൻ്റെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ കോർണറിൻ്റെ ഫങ്ഷൻ നടക്കുന്നത്. അപ്പോൾ ദൈവം ഒരു പക്ഷത്തും മനുഷ്യൻ ഒരു പക്ഷത്തുമായിരിക്കുമ്പോൾ ക്രിസ്തു തന്നിൽ ദൈവത്വം പൂർണ്ണമായും മനുഷ്യത്വം പൂർണ്ണമായും ഒരേ വ്യക്തിയിൽ ഒരേ കല്ലിൽ തന്നെ ആയിരിക്കുമ്പോൾ അത് ഒരിക്കലും വീണു പോകാതെ വണ്ണം നിരപ്പിച്ച് നിലനിർത്തുവാൻ തക്കവണ്ണം സാധിക്കും. ഈ ഒരു ആശയം ദൈവമക്കളുടെ ഹൃദയത്തിൽ വളരെ വ്യക്തമായിട്ടിരിക്കട്ടെ. ഞാൻ ആരുമായിട്ടാണ് ദൈവത്തോട് നിരക്കാൻ തക്കവണ്ണം പുതു മനുഷ്യനാക്കി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ വീണ്ടും ജനനത്തിൻ്റെ ആവശ്യകത വന്നിരിക്കുന്നത്. വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ സാധ്യമല്ല. അത് ക്രിസ്തുവിനാൽ മാത്രമേ നിരപ്പ് സാധിക്കുകയുള്ളൂ, ക്രിസ്തുവിനാൽ മാത്രമേ വീണ്ടും ജനനം സാധിക്കുകയുള്ളൂ. ഓരോരോ മതവിഭാഗങ്ങളും അവരുടെ മതത്തിൻ്റെ ഉപദേശങ്ങളായിട്ട് പല പല വ്യാജ ഉപദേശങ്ങളും പിടിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തീയ ഗോളത്തിൽ തന്നെ
അനേക വ്യാജോപദേശങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിലും തിരിച്ചറിവോടുകൂടി വിശ്വാസത്താൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ തൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ടും രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാനും അത് മുഖാന്തരം അത് ജീവിച്ചിരുന്ന ക്രിസ്തുവിനെയല്ല മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ അവിടെ ഹൃദയത്തിൽ ക്ഷണിച്ചു വരുത്തി സ്വീകരിച്ച് അവനുമായിട്ട് ഒന്നായി ചേർന്ന് അങ്ങനെ ദൈവത്തോട് ഒരു നിരപ്പ് പ്രാപിക്കാൻ ഏക മാർഗം. അതാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആകാശത്തിന് കീഴിൽ നമ്മുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല രക്ഷ പ്രാപിപ്പാൻ, യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം. ഇത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ വീണ്ടും വായിക്കുകയാണ്, ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് വായിക്കും നമുക്ക് മനസ്സിലാകുന്നത്, ഒരു ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലാകുന്നത് ജ്യൂസും ജാതികളും തമ്മിലുണ്ടായിരുന്ന ആ എൻമിറ്റി മാറ്റിക്കൊണ്ട് ക്രിസ്തുവിൽ തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി. എന്നാൽ അതിനേക്കാളും ഡെപ്തുള്ളൊരു മീനിങ് ആണ് ദൈവം ഒരു പക്ഷത്തും സർവ്വ മാനവജാതിയും വേറൊരു പക്ഷത്തും നിൽക്കുമ്പോഴും ഈ ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി ദൈവത്തോട് നിരപ്പിപ്പാൻ തക്കവണ്ണം കോർണർ സ്റ്റോൺ ആയിരിക്കുന്ന തന്നിൽ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയും മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയും ഉള്ളപ്പോൾ തന്നിൽ ഇരുപക്ഷത്തെയും ഇരു സൈഡുകളെയും ഒന്നിൽ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ കോർണർ സ്റ്റോണിൻ്റെ ഫങ്ഷനായിട്ട് നടക്കുന്നത്. ഇത് ഒരുപക്ഷെ അനേകർക്ക് മറഞ്ഞിരുന്ന ഒരു വിഷയമായിരിക്കാം. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടും കൂടെ ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് അപ്പസ്തോലനെ പൗലോസ് ഇവിടെ ഇത്തരത്തിൽ വിവരിച്ചിരിക്കുന്നത്. എന്നിട്ട് പൗലോസ് താഴോട്ട് പറയുകയാണ്, അവന് വന്ന് ദൂരസ്ഥരായിരിക്കുന്ന നിങ്ങൾക്ക് സമാധാനം, സമീപസ്ഥുള്ളവർക്ക് സമാധാനം സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ആകിയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. അടുത്ത പൗലോസ് ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കുക. ഇവിടെ വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ഭിത്തികളെയും വീണു പോകാതെ വണ്ണം പിടിച്ചു നിർത്തുവാൻ ആയിരിക്കുന്ന കല്ലിനെയാണ് മൂലക്കല്ലെന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ ദൈവത്തോട് നിരക്കുമ്പോൾ ആ നിരപ്പിൽ നിന്നും വീണു പോകാതെ വണ്ണം പിടിച്ചു നിർത്തുന്നതാണ് ക്രിസ്തു യേശു തന്നെ ഈ മൂലക്കല്ലെന്ന് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പസ്തോലൻ്റെ മേളിൽ നമ്മൾ വെച്ച് പണിയുന്നതല്ല എൻ്റെ അർത്ഥം. നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇത് ചർച്ചിനെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ അനേക ഇൻ്റർപ്രിട്ടേഷൻസ്, അനേക ക്വസ്റ്റ്യൻസ്, അനേക തർക്ക വിഷയങ്ങളുള്ള സബ്ജക്റ്റാണ്. ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കാൻ പോകുന്നില്ല. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ല് എന്നതിൻ്റെ ഒരു വിവരണം മാത്രമാണ് ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, രണ്ട് ഭിത്തികളെ തമ്മിൽ പിടിച്ചു നിർത്തി അവ വീണു പോകാതെ വണ്ണം ഒരേ കല്ലിൽ പിടിച്ചു നിർത്തുന്ന കല്ലിനെയാണ് മൂലക്കല്ലെന്ന് പറയുന്നത്. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഹെഡ് ഓഫ് ദ കോർണർ. അപ്പോൾ ഹെഡ് ഓഫ് ദ കോർണർ എന്ന് പറയുമ്പോൾ അനേക കോർണർ സ്റ്റോണുകൾ ഈ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ ഹെഡാണ് ക്രിസ്തു യേശു. അതാണ് അവിടെ ഹെഡ് ഓഫ് ദ കോർണർ. ഈ മൂലക്കല്ലെന്നെടുത്ത് പലയിടത്തും പല ട്രാൻസ്ലേഷനിലും ഹെഡ് ഓഫ് ദ കോർണർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വീണ്ടും വിശദീകരണത്തിലേക്ക് വരാം. തുടർന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത്, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ കാര്യം ചിന്തിച്ചു. യേശു ക്രിസ്തുവിനെ തന്നെ മൂലക്കല്ലായിട്ടാണ് യെശയ്യാ പ്രവാചകൻ 28-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തിരഞ്ഞെടുപ്പും കൊണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വിശദീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വളരെ അനുഭവത്തിൽ കൂടെയാണ്. ഇതൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ വർഷങ്ങളെടുക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, വളരെ ഹാർഡായിരിക്കുന്ന ഒരു റിലേഷനാണ് ക്രിസ്തു തന്നെ മൂലക്കല്ല്. ഒരു വിശ്വാസിക്ക് ക്രിസ്തു എങ്ങനെയാണ് മൂലക്കല്ലായിത്തീരുന്നത്, ആ മൂലക്കല്ലിനോട് എങ്ങനെയാണ് ചേർത്ത് ഓരോ വിശ്വാസിയെയും പണിയുന്നത്, അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ ശുശ്രൂഷകന്മാരായി നിൽക്കുന്ന ശുശ്രൂഷകന്മാർ ഈ ഹെഡ് ഓഫ് ദ കോർണർ അല്ലെങ്കിൽ ചീഫ് കോർണർ സ്റ്റോൺ എന്ന ക്രിസ്തുവിനോട് ചേർന്ന് തൻ്റെ വേല ചെയ്യുമ്പോൾ
അവൻ്റെ വേല ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം വിവരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ളത് ഓരോ വ്യക്തികളും, ഓരോ വിശ്വാസിയും, ശുശ്രൂഷകനാകട്ടെ ഒരു സാധാരണ വിശ്വാസിയായിട്ട് ഒരു സമ്പൂർണ്ണ സമർപ്പണം ആവശ്യമാണ്. വളരെ വളരെ താഴ്ന്ന ഒരു സമർപ്പണം. ഒരു വിശ്വാസി തന്നെ ക്രിസ്തുവിനും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർക്കും കീഴ്പ്പെട്ടിരിക്കണം. അതാണ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയിപ്പാൻ ദൈവാത്മാവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ആടുകളിൽ തന്നെ സൂക്ഷിക്കണം, ആടുകളെ സൂക്ഷിക്കണം. ഇത് വളരെ വളരെ ആത്മാർത്ഥമായതും വളരെ അർത്ഥവത്തമായ ഒരു വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം ഞാൻ എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. എഫേസിലെ സഭയ്ക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ വന്നതിന് ശേഷം അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമാണ്. 28-ാം വാക്യം, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയിപ്പാൻ. ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യനോ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഡിനോമിനേഷൻ അല്ല ആത്മാക്കളെ രക്ഷിക്കുന്നത്. താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ. ഇതൊരു ഡിനോമിനേഷൻ്റെ സഭയല്ല. സർവശക്തനായ ദൈവത്തിൻ്റെ സഭയെ മേയിപ്പാൻ നിയോഗിക്കുന്നത് ഒരു ഡിനോമിനേഷൻ അല്ല. പലർക്കും അങ്ങനെ ചില ചിന്താഗതികളുണ്ട്. നിങ്ങൾക്കൊരു ഡിനോമിനേഷൻ ഉണ്ടോ? നിങ്ങൾ ഏത് സഭയാണ്? നിങ്ങൾക്ക് ആരാണ് കൈവപ്പ് തന്നിരിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ ഈ ശുശ്രൂഷകന് വളരെ വ്യക്തമായ തിരിച്ചറിവുണ്ടായിരിക്കണം. ഞാൻ ആരുടെ വേലയാണ് ചെയ്യുന്നത്? എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന ആത്മാക്കളെ രക്ഷിച്ചിരിക്കുന്നത് ആരാണ്? എന്നെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത് ആരാണ്? എൻ്റെ ഡ്യൂട്ടി എന്താണ്? ഈ ചീഫ് കോർണർ സ്റ്റോണായിരിക്കുന്ന ക്രിസ്തുവുമായിട്ട് ഈ തന്നിരിക്കുന്ന ആത്മാക്കളെ ചേർത്ത് പണിയണം. ഇത് ചേർത്ത് പണിയാൻ ആവശ്യമായിരിക്കുന്നതായിട്ടുള്ള ഉപകരണങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് തൂക്കുകട്ട, പ്ലമ്മറ്റ് ലൈൻ എന്ന് പറയും. ശെരുബാബേലിൻ്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ടിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സന്തോഷിക്കുകയായിരുന്നു. ആലയം പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശെരുബാബേലിൻ്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ട്. ഒരു ട്രാക്റ്റ് പോലെ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ന് വാട്സപ്പിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും അനേകമായ ട്രാക്റ്റുകൾ നല്ല കാര്യമാണ്, നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്ന നല്ല കാര്യമാണ്. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന വേല ആരുടെ വേലയാണ്? നിങ്ങളെ തന്നെ ആദ്യമേ സൂക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ വ്യാജ ഉപദേശങ്ങളോ വ്യാജ സ്പിരിറ്റുകൾക്കോ അടിമപ്പെടാതെ വണ്ണം ആണോ നിലനിൽക്കുന്നത്? ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർന്നാണ് നിൽക്കുന്നത്? നിങ്ങളുടെ കൂട്ടായ്മ പിതാവ് ദൈവത്തോടും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനോട് കൂടെ തന്നെയാണോ? ക്രിസ്തുവിനെ നിങ്ങൾ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെയാണോ നിങ്ങൾ മേയിക്കുന്നത്? നിങ്ങൾക്ക് ഈ ഉത്തരവാദിത്വ ബോധമുണ്ടോ? പരിശുദ്ധാത്മാവാണ് എന്നെ ഇതിൽ അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്നത്. ഈ ആട്ടിൻകൂട്ടത്തിൽ മുഴുവനും സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ മേലുണ്ടോ? അതേപോലെ സാധാരണ വിശ്വാസികൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. താൻ സ്വന്തം രക്തത്തെ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്നത് ദൈവദാസൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് കീഴ്പ്പെടുക. അതിനു മുമ്പേ തന്നെ ഈ ദൈവദാസൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവനാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ വ്യക്തമായിട്ട് ദൈവത്തോട് ചോദിച്ച് നിങ്ങളുടെ ആത്മാവിൻ്റെ ഉടയവനായിരിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് പോലും കൊരിന്ത്യർ സഭയിൽ ശുശ്രൂഷിച്ചു കഴിഞ്ഞ് 2 കൊരിന്ത്യർ 13-ാം അധ്യായം വായിക്കുമ്പോൾ ചോദ്യം ഉയർന്നിരുന്നു, നിന്നിൽ ക്രിസ്തു ആണോ സംസാരിക്കുന്നതെന്ന്. അത്തരം ദേശാന്തര ശക്തികൾ കയറി ദൈവസഭയ്ക്കകത്ത് ഭരിച്ചുകൊണ്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് അയക്കുന്നതായി ശുശ്രൂഷകന്മാരുടെ പേരിൽ വിരൽ ചൂണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് ഈ ഒരു വാക്യത്തിൻ്റെ വളരെ ആഴമായ അർത്ഥം ദൈവദാസന്മാരും അതേ സമയത്ത് ദൈവമക്കളും വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കുകയും അങ്ങനെ ഒരു പൂർണ്ണ സമർപ്പണത്തിലേക്ക് ഇരു കൂട്ടരും വന്നാൽ മാത്രമേ മൂലക്കല്ലായിരിക്കുന്ന അല്ലെങ്കിൽ ചീഫ് കോർണർ സ്റ്റോൺ ആയിരിക്കുന്ന ക്രിസ്തുവുമായിട്ട് നിങ്ങളെ ചേർത്ത് പണിയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തടത്തോളം പണി നടക്കുകയില്ല. സേറ്റാൻ കയറി ചർച്ചിനകത്ത് ഭരിക്കും. ഇത് വളരെ ഇരുപക്ഷക്കാരും വളരെ സൂക്ഷ്മതയോടുകൂടെ അനുഭവിച്ച ജ്ഞാനത്തിൽ കൊണ്ടുവരണമെന്ന് ഞാൻ വളരെ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. ഓക്കെ,
ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ചില അനുഭവങ്ങൾ, ഈ കോർണർ സ്റ്റോൺ തിരഞ്ഞെടുക്കുന്നതിലുള്ള ചില അനുഭവങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് യാക്കോബിൻ്റെ കാര്യം എടുക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 41 വാക്യം തുടങ്ങി 28-ാം അധ്യായത്തിൻ്റെ 11-12 വരെ വാക്യങ്ങളാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. കുറച്ച് അധികം നീളം വരുന്ന ഒരു എപ്പിസോഡാണ്. അതുകൊണ്ട് വളരെ ക്ഷമാപൂർവ്വം ഇത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 41 തുടങ്ങിയുള്ള വാക്യങ്ങൾ. തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം ഏശാവ് അവനെ ഏറ്റവും ദ്വേഷിച്ചു. അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. മൂത്ത മകനായ ഏശാവിൻ്റെ വാക്ക് റെബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ച് അവനോട് പറഞ്ഞത്, നിൻ്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്ന് പക വീട്ടാൻ ഭാവിക്കുന്നു. ആകയാൽ മകനെ, എൻ്റെ വാക്ക് കേൾക്കാൻ നീ എഴുന്നേറ്റ് ഹാരാനിൽ എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോകുക. നിൻ്റെ സഹോദരൻ്റെ ക്രോധം ശമിക്കുവോളം കുറേ നാൾ അവൻ്റെ അടുക്കൽ പാർക്കുക. നിൻ്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്കുക. പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം. ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്ക് ഇല്ലാതാകുന്നത് എന്തിന്? പിന്നെ റെബേക്ക ഇസ്ഹാക്കിനോട്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. ഈ ദേശക്കാരത്തിയുള്ള ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിന് ജീവിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ 27-ാം അധ്യായം അവസാനിക്കുമ്പോൾ 28-ാം അധ്യായത്തിൽ നിങ്ങൾക്കറിയുന്നതാണ് യാക്കോബ് അവിടുന്ന് ഓടിപ്പോകുന്നതും ഇസ്ഹാക്ക് അനുഗ്രഹിക്കുന്നതും യാക്കോബ് ഓടിപ്പോകുന്നതും ഒക്കെ നിങ്ങൾക്കറിയുന്ന വാക്യങ്ങൾ. അങ്ങനെ യാക്കോബ് പോകുന്ന സമയത്ത് അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണിയായി വെച്ചു അവിടെ കിടന്നുറങ്ങി. ലക്ഷ്യത്തോടു കൂടിയാണ് യാത്ര. പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് യാത്ര ചെയ്യുന്നത്. തൻ്റെ സമൂഹത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെട്ടു. സഹോദരനെ വഞ്ചിച്ചതാണ് വിഷയം. പക്ഷേ ഇതെല്ലാം ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം വാഗ്ദത്തം നൽകിയിരുന്നു, മൂത്തവൻ ഇളയവനെ സേവിക്കും. പക്ഷേ അത് നടപ്പിൽ കൊണ്ടുവരുവാൻ അല്പമായിട്ട് റെബേക്ക കയ്യിലെടുത്തു ദൈവത്തിൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നെങ്കിലും പക്ഷേങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഒന്നും മാറ്റം വരുന്നില്ല. അങ്ങനെ യാക്കോബ് അവിടെ നിന്ന് ഓടിപ്പോകേണ്ട സമയം വന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ, സ്ഥലം ഏതാണെന്ന് അപ്പം അറിയില്ലായിരുന്നു, സൂര്യൻ അസ്തമിച്ചു. യാത്രയ്ക്ക് വെളിച്ചം ഇല്ല. അവനവിടെ രാപ്പാർത്തു. മരുഭൂമിയാണ്. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ചു അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദുർമ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മേത് യഹോവ നിന്ന് അരുളിച്ചത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്ക് തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവിൽ കൂടെയുള്ള മാനവജാതിയുടെ രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. നിങ്ങൾക്കറിയാം, പിന്നീട് യാക്കോബിൻ്റെ ഓരോ വിഷയങ്ങളിലും മുന്നോട്ട് പോകുമ്പോൾ ആമേൻ, യാക്കോബ് പിന്നീട് ലാബാൻ്റെ അടുത്ത് ചെല്ലുന്നതും വിവാഹം നടക്കുന്നതും തലമുറകൾ ഉണ്ടാകുന്നതും ലാബാൻ യാക്കോബിനെ വഞ്ചിക്കുന്നതും യാക്കോബ് ലാബാൻ്റെ ആടുകളെ തട്ടിയെടുക്കുന്നതും ഇങ്ങനെയെല്ലാം തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ആമേൻ ലാബാൻ തിരിച്ചു വരുന്നതും ലാബാൻ അവിടെ ഒരു ഉടമ്പടി ചെയ്യുന്നതും റെബേക്ക വിഗ്രഹം മോഷ്ടിക്കുന്നതും അതിൻ്റെ ശാപം കടന്നു വരുന്നതും ഇങ്ങനെ പല വിഷയങ്ങളും ഉണ്ട്. അതിനവസാനം യാക്കോബ് കടത്തിരുത്ത് വരുന്ന സമയത്ത്, കടവെങ്കിൽ വരുന്ന സമയത്ത് സ്വർഗീയ ദൂതൻ കർത്താവ് തന്നെ യാക്കോബുമായിട്ട് ഇടപെടേണ്ടി വന്നു. ആമേൻ അവിടെ വെച്ചൊരു മല്ലയുദ്ധം നടന്ന് ദൈവത്തെ ജയിച്ചതുകൊണ്ട് അവൻ്റെ പേര് മാറ്റി യാക്കോബിന് പകരം ഇസ്രായേൽ എന്ന് പേരായി. അതായത് ഇന്ന് നാം കാണുന്ന ഇസ്രായേലിൻ്റെ ഹെഡായി തീർന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു കോർണർ സ്റ്റോണിൻ്റെ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ ആസ് എ നേഷൻ്റെ
തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഹെഡായി ഇന്ന് യാക്കോബിൻ്റെ സന്തതി എന്നാണ് വിളിക്കപ്പെടുന്നത്. അബ്രാമിൻ്റെ മക്കളെന്ന് പറയുന്നതിന് ഇസ്രായേൽ എന്ന പേര് യാക്കോബിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ ഇസ്രായേൽ എന്ന നേഷൻ്റെ ഹെഡായിട്ട് വരുന്ന യാക്കോബിൻ്റെ തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ അവൻ കടന്നുപോയ മാർഗങ്ങൾ എന്നാണെന്ന് നോക്കണം. ഇതേപോലെ മറ്റൊരു അനുഭവമാണ് യോസെഫിൻ്റെ അനുഭവത്തിലുണ്ടായിരുന്നത്. ഉൽപ്പത്തിൻ്റെ പുസ്തകം 37 3 വാക്യം വായിക്കുകയാണെങ്കിൽ, ഉൽപ്പത്തി 37 യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ സ്നേഹിച്ച് ഒരു നിലയെങ്കി ഉണ്ടാക്കി കൊടുത്തു. താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവനെ എല്ലാവരെക്കാളും തങ്ങളെ എല്ലാവരെക്കാളും അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവനെ പിന്നെയും അധികം പകച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് യോസഫിൻ്റെ ചരിത്രം ഞാൻ അധികമായിട്ട് ഇവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, യോസഫ് അവിടുന്ന് പോകുന്നു, പോത്തിഫറിൻ്റെ അവിടുന്ന് അവനെ പൊട്ടക്കിണറ്റിലിടുന്നു. അവിടുന്ന് അതിനുശേഷം ഇസ്മായിലർക്ക് അവരെ വിൽക്കുന്നു. അവിടെ നിന്ന് പോയിട്ട് പോത്തിഫറിനെ വിൽക്കുന്നു. പോത്തിഫറിൻ്റെ വിവരത്തിൽ അവൻ്റെ അനുഗ്രഹത്തോടെ വരുന്ന സമയത്താണ് പോത്തിഫറിൻ്റെ ഭാര്യ അവനെ ചതിക്കുന്നതും അവൻ അവിടെ നിന്ന് വീണ്ടും കാരാഗരത്തിലകപ്പെടുന്നു. അവിടെയൊക്കെയും തൻ്റെ വിശുദ്ധിയെ കാക്കുന്നതിൽ യോസഫ് തളർന്നില്ല. അന്നും ശ്രദ്ധിക്കണം, ന്യായപ്രമാണമില്ല, അപ്പസ്തോലന്മാരില്ല, ബൈബിൾ യോസഫിൻ്റെ കയ്യിലില്ല. മനസ്സാക്ഷി യുഗത്തിലൊരു വ്യക്തിയാണ് യോസഫ്. സഹായിപ്പാൻ പരിശുദ്ധാത്മാവില്ല. മനസ്സാക്ഷിയിൽ ഇടപെടുന്ന ഒരു ഇടപാടിനനുസരിച്ച് ജീവിക്കുന്ന മനസ്സാക്ഷി യുഗത്തിലൊരു വ്യക്തിയാണ് ഈ പറഞ്ഞിരിക്കുന്ന യാക്കോബും യോസഫൊക്കെ തന്നെ. എന്നിട്ടും പോത്തിഫറിൻ്റെ ഭവനത്തിൽ അവനൊരു പാപത്തിലകപ്പെടാതെ വേണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പാപം ചെയ്യില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്കറിയുന്ന അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടതായിരുന്നു. അവിടെ നിന്നും കാരാഗൃഹത്തിലായി. പിന്നീട് അവൻ ഫറവോൻ്റെ സിംഹാസനത്തിന് തൊട്ട് താഴെ രണ്ടാമനായിട്ട് ഈജിപ്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്, ഫറവോനേക്കാൾ തൊട്ട് താഴെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിലാക്കപ്പെട്ടു. അങ്ങനെ ഇസ്രായേലിന് വീണ്ടും വരുന്ന ആ ക്ഷാമകാലത്തിൽ നിന്ന് തരണം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം യോസേഫിനെ തിരഞ്ഞെടുത്തപ്പോൾ ഇസ്രായേലിന് മുൻപായിട്ട് തന്നെ യോസേഫിനെ മിസ്രൈം ദേശത്ത് അയക്കുകയും അവൻ അവിടെ രണ്ടാമനായി തീരുകയും താൻ കണ്ട ദർശനങ്ങൾ പ്രകാരം തന്നെ യാക്കോബിൻ്റെ മറ്റു മക്കളും യോസഫിൻ്റെ കീഴിൽ ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും യോസഫ് ഈജിപ്തിൽ രണ്ടാമനായി തീരുമെന്ന് കണ്ടിട്ടല്ലായിരുന്നു യോസഫ് തൻ്റെ വിശുദ്ധ ജീവിതം കാത്തത്. അവനെ പൊട്ടക്കൊഴിയിൽ കുടിച്ചിടുന്ന സമയത്ത് അവനറിയില്ലായിരുന്നു ഞാൻ ഈജിപ്തിൽ രണ്ടാമനായി തീരാൻ പോവുകയാണ്. അവൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്ന സമയത്ത് അറിയില്ലായിരുന്നു. പോത്തിഫറിൻ്റെ ഭവനത്തിൽ ഇത്രയും വലിയ നിന്ന അവൻ്റെ മേൽ വന്നപ്പോൾ താൻ ചെയ്യാതിരുന്ന കുറ്റത്തിന് ഇത്രമാത്രം തന്നെ നിന്ദിക്കപ്പെടുകയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തപ്പോഴും അവനറിയില്ലായിരുന്നു ഞാൻ ഈജിപ്തിൽ രണ്ടാമനായി തീരുവാൻ പോവുകയാണ്. എന്നാൽ പുതിയ നിയമവിശ്വാസിയെ നിൻ്റെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് വരച്ച് കാട്ടിയിരിക്കുകയാണ്. നിന്നെ വിളിച്ചിരിക്കുന്ന വിളി എന്താണ്? ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ വളരെ വ്യക്തമായ വെളിപ്പാട് തന്നിട്ട് തന്നെയാണ് പുതിയ നിയമവിശ്വാസിയെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാക്കോബിനേക്കാളും യോസേഫിനേക്കാളും ഉന്നതമായ ഒരു വിളിയും അതേപോലെ തന്നെ അവരെക്കാളും ഉന്നതമായ ഒരു ഇൻറ്റഗ്രിറ്റി നമ്മുടെ ജീവിതത്തിൽ, ഒരു ആത്മീയ ഇൻറ്റഗ്രിറ്റി നമ്മുടെ ജീവിതത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. ദാവീദിൻ്റെ വിളിയെക്കുറിച്ച് നാം നോക്കുമ്പോൾ ശമൂവേലിൻ്റെ പുസ്തകം 16 അധ്യായത്തിൻ്റെ 1 വാക്യം തുടങ്ങിയാണല്ലോ ദൈവം ശമൂവേലിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അവിടുന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്, ആ ഭാഗങ്ങളെടുത്ത് വായിക്കുന്നില്ല. ശമൂവേൽ ചെന്നിട്ട് ഇശ്യായുടെ വീട്ടിലൊരു യാഗം കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് അവൻ്റെ മറ്റു സഹോദരന്മാരെയൊക്കെയും ഇശ്യായെ ശമൂവേലിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ദൈവം പറഞ്ഞു, ഇവരാരെയും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല, മനുഷ്യൻ നോക്കുന്ന പോലെയല്ല ഞാൻ നോക്കുന്നത്. അവസാനം ശമൂവേൽ ചോദിക്കുകയാണ്, നിനക്ക് വേറെ ആരെങ്കിലും മക്കളുണ്ടോ? അപ്പം പറയുകയാണ്, ഒരുവനുണ്ട് ഏറ്റവും ഇളവൻ, അവൻ വനത്തിൽ ആടുകളെ മേയ്ക്കാവുന്നു, അവനെ വിളിച്ചല്ലാതെ നാം ആഹാരത്തിന് കഴിക്കില്ല എന്ന് ശമൂവേൽ പറഞ്ഞു. അവനെ വിളിച്ചു. ദൈവം അവനോട് പറഞ്ഞതനുസരിച്ചുകൊണ്ട് സഹോദരന്മാരുടെ ഇടയിൽ വെച്ച് മുമ്പിൽ വെച്ച് തന്നെ അവനെ അഭിഷേകം ചെയ്യാണ്. അവനെ അഭിഷേകം ചെയ്തു. അതിനുശേഷം ശൗലുമേൽ നിന്നുള്ള ദൈവത്തിൻ്റെ ആത്മാവ് മാറി യഹോവ അനുവദിച്ചിട്ട് ഒരു ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഏറ്റവും ഉപദ്രവമായ രീതിയിലുള്ളായിരുന്നു ദാവീദിൻ്റെ പിൽക്കാലത്ത് കുറച്ച് നാളത്തെ ജീവിതം. മരുഭൂമിയിൽ
മരുഭൂമിയിൽ അലഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥ വന്നു. ശൗലിൻ്റെ കയ്യിൽ നിന്ന് തെറ്റൊഴിഞ്ഞു പോകാൻ പല പ്രാവശ്യം. ഒരു നാൾ ശൗലിൻ്റെ കയ്യിൽ ഞാൻ പിടിക്കപ്പെടുകയുള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഫെലിസ്തീനെ പോയി അഭയം പ്രാപിക്കേണ്ടി വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു 25-ാം അധ്യായത്തിൽ വായിക്കുന്നത്, 1 ശമൂവേൽ 25-8 വാക്യത്തിൽ വായിക്കുന്നത്, നാബാലിൻ്റെ അടുത്ത് ചെന്നിട്ട് അവൻ ആഹാരത്തിന് വേണ്ടി കെഞ്ചുന്നത്. ഇസ്രായേലിൻ്റെ പ്രഭുവായിട്ട് യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട് യഹോവയാൽ അഭിഷക്തം ചെയ്ത ദാവീദിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ആമേ, സ്തോത്രം. നാബാലിൻ്റെ അടുത്ത് ചെന്ന്, അന്ന് അവന് ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവമുണ്ടായിരുന്നു. തന്നെയും തൻ്റെ കൂടെ ഏകദേശം 600 പേരുണ്ട്. ഇവർക്ക് വേണ്ടി ആഹാരത്തിന് വേണ്ടി ഭിക്ഷ യാചിക്കുന്നത് പോലെ യാചിക്കുന്നത്. നാബാൽ അവരെ തള്ളിക്കളയാൻ ചെയ്യുന്നത്. ആമേ. പിന്നീട് അവരൊരു മാറ്റം വന്നത്, ശൗൽ അവൻ്റെ കയ്യിൽ കിട്ടി 2 പ്രാവശ്യം അവനെ കൊന്നുകളയാൻ തക്കവണ്ണം കയ്യിൽ കിട്ടിയപ്പോഴും അവൻ പറയുന്നത്, യഹോവയുടെ അഭിഷേകത്തിൻ്റെ മേൽ ഞാൻ കൈവയ്ക്കുകയില്ല എന്നാണ്. അവൻ്റെ വസ്ത്രാഗ്രം മുറിച്ചെടുത്ത് തന്നെ അവൻ്റെ ഹൃദയത്തിന് കുത്തുകൊണ്ടെന്നാണ് പിന്നെ പറഞ്ഞു വരിക്കുന്നത്. ആമേൻ. അതിനുശേഷം നാം നോക്കുമ്പോൾ ശൗലിൻ്റെ മരണത്തിന് ശേഷം അവൻ തിരിച്ച് യഹോവയുടെ ആലോചന പ്രകാരം തന്നെ, കൽപ്പന പ്രകാരം തന്നെ യഹൂദയിലേക്ക് തിരിച്ചു വരികയും ആദ്യം യഹൂദ ഗോത്രം അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം 5-ാം അധ്യായത്തിൽ 2 ശമൂവേൽ 5-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ ഇസ്രായേലും അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാണ്. ഈ കാലഘട്ടത്തിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് എഴുതിയ ചില സങ്കീർത്തനങ്ങൾ ഞാൻ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദിൻ്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലവണ്ണം അറിയുന്നതാണ്. ഇതേ ദാവീദിൻ്റെ ചില അനുഭവങ്ങളിലുള്ള സങ്കീർത്തനങ്ങൾ ചിലത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 18-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം തുടങ്ങി വായിക്കുകയാണെങ്കിൽ, സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെടികളും എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പ് ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. 16-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. ഇതെല്ലാം ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത്, കഷ്ടാനുഭവത്തിൻ്റെ സമയത്തുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ പല പ്രാവശ്യം പല എപ്പിസോഡുകളിൽ കൂടിയും പറഞ്ഞിട്ടുണ്ട്. ദാവീദിന് ഒരു ആത്മാവ് വന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് എഴുതുവാൻ ചൊല്ലിക്കൊടുത്ത് എഴുതിയൊരു വിഷയമല്ല ഈ സങ്കീർത്തനങ്ങൾ. ഇത് വ്യക്തിപരമായി തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രാണൻ പാതാളത്തിൻ്റെ വേദന അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ തുറന്നു പിടിച്ചു, മരണത്തിൻ്റെ കെടികൾ എന്നെ തുറന്നു പിടിച്ചു. അമ്മേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിൻ്റെ പരിശുദ്ധരെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ലെന്ന് ക്രിസ്തുവിന് വരാൻ പോകുന്ന കഷ്ടത തൻ്റെ സ്വന്തം പ്രാണനും ആത്മാവിലും അനുഭവിച്ചുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയാൻ വിളിക്കപ്പെടുന്ന പുതിയ നിയമവിശ്വാസികൾക്കും ഇതേ അനുഭവത്തിൽ കൂടെ കടന്നു പോകണം. ഞാനിപ്പോൾ 2-3 വ്യക്തികളെ മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ഒന്ന് യാക്കോബ്, മറ്റൊന്ന് യോസഫ്, മറ്റൊന്ന് ദാവീദ്. ചീഫ് മൂലക്കല്ലായിരിക്കുന്ന, കോർണർ സ്റ്റോൺ ആയിരിക്കുന്ന ക്രിസ്തുവിന് വരാൻ പോകുന്ന അനുഭവങ്ങൾ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് നമ്മുടെ പരിജ്ഞാനത്തിനും ബുദ്ധിയുപദേശത്തിനും വേണ്ടിയിട്ട് എഴുതി തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അല്പമായിട്ടൊന്ന് വിവരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് ചിന്തിക്കാം. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അവൻ്റെ ജനന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മീഖാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിയോ ബെത്ലഹേം എഫ്രാത്തെ, ഇസ്രായേലിൽ പ്രഭുവായിരിക്കുന്നുണ്ടവൻ എനിക്ക് നീ യഹൂദ സമസ്തങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നാലും ഇസ്രായേലിന് പ്രഭുവായിരിക്കുന്നുണ്ടെന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. യെശയ്യാവ് വിളിച്ച് പറഞ്ഞു, 7:14 പറഞ്ഞു, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് ഇടാൻ പോകുന്ന പേരിനെ കുറിച്ച് യെശയ്യാവ് തന്നെ 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞു, അവന് വീരനാം ദൈവം എന്ന് പേരിടപ്പെടും. യെശയ്യാവിൻ്റെ 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വന്നപ്പോൾ അത്യുന്നതൻ്റെ ശക്തി നിന്റെ നിഴലിടും, അതുകൊണ്ട് ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇങ്ങനെയെല്ലാം തന്നെ നേരത്തെ പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരുന്നു. 1-ാം വാക്യം
ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അതായത് ഹെരോദാവ് അവനെ ഉപദ്രവിക്കാൻ വരുമെന്നും അതുകൊണ്ട് തന്നെ മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്നും തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ മത്തായി സുവിശേഷം 2:15 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് പിന്നെ അവൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യെശയ്യാപ്രവചനം 61:1 തുടങ്ങി വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏവർക്ക് പറയുന്ന കാര്യം തന്നെയാണ്. ഞാൻ ചില കാര്യങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നത്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരെയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുത്തൽ എന്നും പേരാകും. ഇങ്ങനെ അവൻ ചെയ്യാനുള്ള ശുശ്രൂഷകളെക്കുറിച്ച് പലയിടങ്ങളിലും വിവരിച്ചിരുന്നു. പല പല പ്രവചനങ്ങൾ നടന്നിരുന്നു. ഈ പ്രവചനങ്ങളൊക്കെയും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അവന് ക്രൂശിക്കാൻ തക്കവണ്ണം വിധിക്കുന്ന മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും കണ്ടിട്ടുള്ളതാണ്. യെശയ്യാപ്രവചനം 53 അവൻ റിജക്റ്റ് ചെയ്യപ്പെടും. യെശയ്യാവിൻ്റെ 53 അധ്യായത്തിൽ 1 തുടങ്ങി വായിക്കുകയാണെങ്കിൽ 53 മുഴുവനും അവൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവൻ്റെ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും, ഇത് അവൻ ത്യജിക്കപ്പെടുന്നു, റിജക്റ്റ് ചെയ്യപ്പെടുമെന്ന് വളരെ മുമ്പേ കൂട്ടി തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ ഹീസ് ഡിസ്പൈസ്ഡ് ആൻഡ് റിജക്റ്റഡ് ഓഫ് മെൻ വളരെ മുമ്പ് തന്നെ പ്രവചിച്ചു. ഈ എളിവിൻ്റെ ജീവിതത്തിലും 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആർക്ക് വേണ്ടി? വളരെ കഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ വേല ചെയ്തു. ദൈവത്തിൻ്റെ ആത്മാവ് ചില ശുശ്രൂഷകളിൽ പോകുന്ന സമയത്ത് ഇതേ വചനം തന്നെ ഇടപെട്ടിട്ടുണ്ട്. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ടവനായി ഇന്ന് തിരിച്ചു വരേണ്ടി വരും. ഈ കേരളത്തിൽ തന്നെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാക്ഷ്യത്തോട് ജീവിക്കുന്ന സാക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ റിലേഷനെ കുറിച്ച് പറയുന്നത്. ക്രിസ്തുവുമായിട്ട് മൂലക്കല്ലായിരിക്കുന്ന ആ ക്രിസ്തുവിനോട് നാം ഇണങ്ങിച്ചേരണമെങ്കിൽ വീഴാതെ വണ്ണം പിടിച്ചു നിർത്തുന്ന കല്ലിനെയാണ് മൂലക്കല്ലെന്ന് പറയുന്നത്. സ്തോത്രം. ഇത് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ദാവീദ് വെറുതെ എഴുതിയതല്ല, അല്ലെങ്കിൽ യെശയ്യാവ് വെറുതെ എഴുതിയതല്ല. തൻ്റെ ജീവിതാനുഭവത്തിൽ ഇത് വന്നിട്ട് തന്നെ എഴുതുകയാണ്. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായി രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാമോ അവനെ ആദരിച്ചതുമില്ല. അങ്ങനെ അവൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് 50:4 തുടങ്ങി വായിക്കുകയാണ്. യെശയ്യാവിൻ്റെ 50 അധ്യായത്തിൻ്റെ 4 വാക്യം തുടങ്ങി വായിക്കുകയാണെങ്കിൽ, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദിക്കും തുപ്പലിലും മറച്ചതുമില്ല. ഇതിൻ്റെ വാസ്തവം നടക്കുന്നതിന് ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചനങ്ങളിൽ കൂടി ഇത് എഴുതി വച്ചിട്ടും ഈ സംഭവം ആക്ച്വലായിട്ട് നടക്കുമ്പോഴും കയ്യാഫാവിൻ്റെ അരമനയിൽ ഇത് നടക്കുന്ന സമയത്തും അവൻ്റെ മുഖത്ത് തുപ്പുന്നവർ, അവൻ്റെ കവിളിൽ നിന്ന് രോമം പറിച്ചു വലിക്കുമ്പോൾ, അവൻ്റെ മുതുകത്ത് അടിക്കുമ്പോഴും, ആമേൻ, ഇവർക്ക് ആർക്കും എന്തുകൊണ്ട് ഓർമ്മ വന്നില്ല? അതുപോലെ തന്നെ ഹോശേയപ്രവചനത്തിൻ്റെ 6 അധ്യായത്തിൻ്റെ 2 വാക്യം, രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മളെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും, നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. അവൻ മരിക്കുന്ന കാര്യം ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെ നേരത്തെ പ്രവചനം പറഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും സ്തോത്രം, തന്നെക്കുറിച്ചുള്ള ദൈവഹിതം നിവർത്തിക്കപ്പെടും എന്ന് താൻ ഏൽപ്പിച്ചു കൊടുത്തു. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയായി. ഇത്രയും കാര്യങ്ങൾ പ്രവചന പ്രകാരം തന്നെ നടന്നപ്പോൾ അതെല്ലാം കണ്ടിട്ടുള്ള യോഹന്നാനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ സസൂക്ഷ്മം അവനെ പരിശോധിച്ച് നോക്കി.
ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ കേട്ടത് തിരുവഴുത്തിൽ കൂടെ ഞങ്ങൾ പരിശോധിച്ച് നോക്കി. ഈ യേശു തന്നെയാണോ മശിഹ? യേശു തന്നെയാണോ ക്രിസ്തു വാഗ്ദത്തം ചെയ്തിരിക്കുന്നവൻ? യേശു തന്നെയാണോ അനോയിറ്റഡ് വൻ? ഞങ്ങൾക്കിത് ഗ്രഹിക്കാൻ പറ്റി. യെസ്, അവൻ തന്നെ എന്ന് അനുഭവജ്ഞാനത്തിൽ കൂടെ അപ്പോസ്തലനായ യോഹന്നാൻ സുവിശേഷം ലേഖനങ്ങൾ എഴുതുമ്പോൾ അവനെ ക്രൂശിന്മേൽ വിധിക്കുവാൻ, അവനെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, മരണം വിധിച്ചുകൊണ്ട് മരണം നടപ്പിലാക്കുവാൻ തക്കവണ്ണം ജാതികളായ പീലാത്തോസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേയുള്ള പ്രവചനങ്ങളാണ് ഞാൻ ഇത്ര എടുത്തത്. ആമേൻ. അവൻ ജനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇന്ന് വളരെ വ്യാജ ആത്മാവ് ക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയെ, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ദൈവമക്കളുടെ ഇടയിൽ കടന്നു പോലും വാദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വിൽക്കുന്നവരെ പോലും വീഴ്ത്തി കളയുവാൻ തക്കവണ്ണം വളരെ ശക്തമായ രീതിയിലാണ് വ്യാജ സ്പിരിറ്റിൻ, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ്, അള്ള എന്ന വ്യാജാത്മാവിൻ്റെ സ്പിരിറ്റ്, കത്തോലിക്ക മണ്ഡലത്തിൽ പാടുന്ന മിസ്റ്ററി ബാബിലോണിൻ്റെ സ്പിരിറ്റ് വളരെ ശക്തമായിട്ട് വാദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഡിവിനിറ്റി, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ ഇതെല്ലാം തന്നെ അനുഭവിച്ചറിഞ്ഞ് എഴുതിയിരിക്കുന്നത് ഓരോ സിനഗോഗുകളിലും ഓരോ ശബ്ദത്തുകളിലും വായിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എടുത്തത്. എന്നിട്ട് പോലും അവൻ്റെ മുതുകത്ത് അടിക്കുമ്പോഴും, അവൻ്റെ കവിളിൽ നിന്ന് രോമം പറിക്കുമ്പോഴും, അവൻ്റെ മുഖത്ത് തുപ്പുമ്പോഴും അയ്യോ ഇത് ശാപപ്രവചൻ മാതിരി അരുളിച്ചത് വചനമാണെന്ന് ഈ ചെയ്തവർക്ക് എന്തുകൊണ്ട് ഓർമ്മ വന്നില്ല? ഇതേ അനുഭവം തന്നെയാണ് ഈ മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തുവിനോട് പണിയുവാൻ തക്കവണ്ണം നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് വിവരിക്കാനാണ് യാക്കോബിൻ്റെയും യോസെഫിൻ്റെയും ദാവീദിൻ്റെയും ക്രിസ്തുവിൻ്റെയും അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാട്ടിയത്. അതുകൊണ്ട് ഇന്ന് അനേക വിശ്വാസികൾക്ക് ഒരു ചോദ്യം തന്നെ നിന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതം ഇത്രമാത്രം കഷ്ടത? ഇതാണ് ക്രിസ്തുവിനെക്കുറിച്ച് യെശയ്യാപ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കൊണ്ട് 28-ൻ്റെ 16-ാം വാക്യം, അതുകൊണ്ട് യഹോവേ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു. ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലും. ഞാൻ ഈ കോർണർ സ്റ്റോണിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തേക്കുമുള്ള ഭിത്തികളെ വീഴാതെ വണ്ണം പിടിച്ചു നിർത്തുന്ന സ്റ്റോണിനെ പറയുന്ന പേരാണ് കോർണർ സ്റ്റോൺ. അതിന് അപ്പോസ്തലനായ പൗലോസ് ചർച്ചുമായിട്ട് ബന്ധത്തിൽ പറയാണ് ഹെഡ് ഓഫ് കോർണർ അല്ലെങ്കിൽ ചീഫ് ഓഫ് കോർണർ സ്റ്റോൺ. അപ്പോൾ അവനോട് കൂടെ ശുശ്രൂഷ ചെയ്യുകയും ആ കോർണർ സ്റ്റോണിനോട് ചേർത്ത് പണിയുന്നതുമായ ഓരോ സ്റ്റോണുകളും ക്രിസ്തു ശോധന ചെയ്ത് കല്ലായിരിക്കുന്ന പോലെ, അത് ട്രൈഡ് സ്റ്റോൺ എന്ന് പറയും. പരിശോധിക്കപ്പെട്ട കല്ലായിരിക്കുന്നത് പോലെ പരിശോധനയിൽ കൂടെ കടന്നുപോയി. അതായത് നിങ്ങളുടെ വിശ്വാസം ജെന്യുവനാണോ, ഒറിജിനലാണോ എന്ന് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരത്തക്ക വേണം ദൈവം അതിതീവ്രമായ രീതിയിൽ പരീക്ഷയിലേക്ക് ഏൽപ്പിക്കും. യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായത്, യോസെഫിൻ്റെ ജീവിതത്തിലുണ്ടായത്, യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായത്, ഒരു ദിവസം കൊണ്ട് അവർ സിംഹാസനത്തെ മേലിരിക്കുകയല്ല ചെയ്തത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ മനുഷ്യത്വത്തിലുമുണ്ടായത് ഒരു ഗെത്സമനിക്ക് ശേഷമാണ് ഒരു ക്രൂശീകരണം നടന്നത്. അതിനുശേഷമാണ് പുനരുത്ഥാനം ഉണ്ടായത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളോടും ഞാൻ പറയുന്നത്, ഇന്ന് വളരെ മ്ലേച്ഛകരമായ രീതിയിലുള്ള സുവിശേഷങ്ങൾ, വ്യാജ സുവിശേഷങ്ങൾ, അനുഗ്രഹത്തിൻ്റെ സുവിശേഷങ്ങൾ, വ്യാജാത്മാവിൻ്റെ പ്രകടനങ്ങൾ ഇതൊക്കെയും തന്നെ നടക്കുമ്പോഴും നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടിട്ടുള്ളവരാണോ? നിങ്ങൾ കഷ്ടതയുടെ തീച്ചുകൂളി കൂടെ കടന്നു പോയിക്കൊണ്ട് നിങ്ങളിലുള്ളതായിട്ട് ഹ്യൂമൻ നേച്ചർ മാറി ഡിവൈൻ നേച്ചർ നിങ്ങൾ വരേണ്ട ആവശ്യതയുണ്ട്. അതിന് ഒരേ ഒരു മാർഗമുള്ളൂ. നിങ്ങളുടെ ഏതൊരു കഷ്ടതയിലും ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ചോദിക്കുക. ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാത്തക്കണം നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതികഠിനമായ ഒരു റിലേഷനാണിത്. ആമേൻ. ക്രിസ്തുമായിട്ട്, കോർണർ സ്റ്റോണുമായിരിക്കുന്ന ക്രിസ്തുമായിട്ട് നിങ്ങളെ ചേർത്ത് പണിയുക എന്നുള്ളത്. ശുശ്രൂഷയിലായിരിക്കുന്ന വ്യക്തികളോട് ഞാൻ വളരെ താഴ്മയോടെ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളുടെ കയ്യിൽ തൂക്കുകട്ട ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ തൂക്കുകട്ട പിടിക്കുന്നത്, ഒരു വിശ്വാസിയുടെ മേൽ തൂക്കുകട്ട പിടിക്കുന്നത് നിങ്ങളോട് ചേർത്താണോ പണിയാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ നിങ്ങളായിരിക്കുന്ന ഡിനോമിനേഷനോടാണോ തൂക്കുകട്ട പിടിക്കുന്നത്? അല്ലെങ്കിൽ ഈ കോർണർ സ്റ്റോൺ ആയിരിക്കുന്ന ക്രിസ്തുവിനോടാണോ? ഇത് നല്ലവണ്ണം ശോധന ചെയ്തില്ലെങ്കിൽ
ഒടുക്കത്തെ നാളിൽ ഒരു ശബ്ദം കേൾക്കേണ്ടി വരും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, അതായത് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടകന്നു പോയി എന്നൊരു ശബ്ദം കേൾക്കേണ്ടി വരും. വിശ്വാസികളോട് പറയുന്നത്, ആമേ സ്തോത്രം, നല്ലവണ്ണം ദേവദാസന്മാരുടെ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കുക, എന്നെ പണിതാട്ടെ. ശോധന ചെയ്ത കല്ല്, ആമേ സ്തോത്രം, വിലയേറിയ മൂലക്കല്ല എന്ന് ക്രിസ്തുവിന് എന്നെ ചേർത്ത് പണിയാൻ തക്കവണ്ണം. വാസ്തവത്തിൽ ആമേ, ഞാൻ ചിത്രം കാണിച്ചല്ലോ, ഓരോ കല്ലിന് മേളിൽ കല്ല് വയ്ക്കുമ്പോഴും ക്രിസ്തുവിനോട് ചേർത്ത് മൂലക്കല്ല് വയ്ക്കുകയാണ്. ക്രിസ്തുവാന്ന മൂലക്കല്ലിനോട് തൂക്കുകെട്ടപ്പെടുകയാണെങ്കിൽ അല്പമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കേണ്ടി വരും. ആമേൻ. ശലോമോൻ്റെ 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിങ്കിൽ കേൾപ്പാനില്ലായിരുന്നു. ആലയപ്പണി നടക്കുന്നതിന് വെട്ടുകുഴിയിൽ, അതായത് വെട്ടിയെടുക്കുന്ന കൽമട എന്ന് പറയും, അവിടെ വെച്ച് തന്നെ, ഇതിൻ്റെ കോറി എന്ന് പറയും, കല്ല് വെട്ടിയെടുക്കുന്ന സ്ഥലം, അവിടെ വെച്ച് തന്നെ ഇതിൻ്റെ കുറവ് തീർക്കുക. കോർണർ സ്റ്റോണിനോട് ചേർത്ത്. അപ്പോൾ കോർണർ സ്റ്റോണിൻ്റെ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് കുറിച്ച് ഞാൻ വായിച്ചു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന തീയിൽ ഊതി കഴിക്കുന്ന പൊന്നിനേക്കാളും വിലയേറിയതാണ്. അപ്പോൾ അതിലുള്ള കിട്ടം മാറ്റിക്കളയാനാണ് പൊന്നിനെ തീയിൽ ഊതി കഴിക്കുന്നത്. നമ്മളിലുള്ള ഹ്യൂമൻ നേച്ചർ, നമ്മളുടെ ഫ്ലഷിൻ്റെതായ ഡിസയേഴ്സ്, സെൽഫ് ഡിസയേഴ്സ്, ഇത് മുഴുവനും നമ്മളിൽ നിന്ന് മാറിപ്പോകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഒരു റിലേഷനിൽ നമ്മളെ അതിതീവ്രമായ രീതിയിൽ നമ്മളെ ശോധന കഴിക്കും, എന്നാൽ നശിച്ചു പോകാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് വളരെ താഴ്മയോടെ ഓരോ വിശ്വാസിയും, കർത്താവേ, എന്നെ നിന്നോട് ചേർത്ത് പണിയാൻ തക്കോണം. സംഗീതത്തിനകാരൻ പറഞ്ഞതുപോലെ, വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടത്തണമേ. അവൻ്റെ തീഷ്ണതയേറിയ കണ്ണുകൊണ്ട്, അഗ്നിജ്വാലയ്ക്കകത്തോണം കണ്ണുള്ള കണ്ണാണ് ഇന്ന് സഭയിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിനുള്ളത്. ജീവിച്ചിരുന്ന ക്രിസ്തുവിനെ അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ അല്ല, അഗ്നിജ്വാലയ്ക്കത്തോണം കണ്ണുള്ളവനായി, നിലയങ്കി ധരിച്ചവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി എന്ന് പറഞ്ഞ് ന്യായം വിധിക്കുന്നവനായി, ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമായി കാലുള്ളവനായി എന്ന് പറഞ്ഞ കഷ്ടതയുടെ തീച്ചൂളിൽ കൂടെ കടന്നു പോയിട്ടാണ് അവൻ്റെ കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമായത്. അവന് ഓരോ വിശ്വാസിയുടെയും കഷ്ടതയുടെ തീച്ചൂളിൽ കൂടെ കടന്നു പോയാൽ മാത്രമേ അവനോട് സദൃശ്യനായി തീരുവയുള്ളൂ. അതായത് അവൻ ആയിരിക്കുന്നത് പോലെ ഞാൻ അവനെ വിശ്വസിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അവനെപ്പോലെ ആയിത്തീരുമ്പോഴത് വ്യാജമായ ഉപദേശമാണ്. അതെല്ലാം വ്യാജമായ ഉപദേശമാണ്. ഓരോ ഇൻസ്റ്റൻസിലും അതിന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് അല്ല, സ്വയമായിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത്. ക്രൈസ്റ്റ് ഈസ് അവർ ജസ്റ്റിഫിക്കേഷൻ ഇൻ ദ സെൻസ് ദാറ്റ് ഹി ക്യാരീസ് into execution the whole scheme of redemption devised by the adorable Godhead. To him the scripture everywhere directs the eyes of our faith and our intelligence also. നമ്മുടെ കണ്ണുകളെ ദൂഷ്യവിഷയത്തിൽ കൂടെ എല്ലാം തന്നെ ക്രിസ്തുവിലേക്കാണ് ആകർഷിക്കുന്നത്. ഹോളി സ്പിരിറ്റ് സ്വയമായിട്ടല്ല, തന്നെ അല്ല മഹത്വപ്പെടുത്തുന്നത്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26, 15-ന്റെ 26, 16-ന്റെ 14-ാം വാക്യം, ഇതെല്ലാം വായിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് തന്നെയല്ല വെളിപ്പെടുത്തുന്നത്, ക്രിസ്തുവിനെയാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഓരോ റിലേഷനിലും, നമ്മുടെ ഓരോ വീക്ക്നെസ്സിൻ്റെയും സമ്പൂർണ്ണ പരിഹാരകനായ ക്രിസ്തുവിനെ നമ്മുടെ സോളിൽ വെളിപ്പെടുത്തിയിട്ട് തേജസ്സുമേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുക. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ. കൊളോസ്യർ 1-ാം 27-ാം വാക്യം. ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ സമൂഹം നിങ്ങളെ ത്യജിക്കും, നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ ത്യജിക്കും, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ നിങ്ങളെ ത്യജിക്കും, നിങ്ങളുടെ അപ്പം തിന്നവർ തന്നെ നിങ്ങൾക്കെതിരെ കുതിക്കാലുയർത്തും, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് യാഗം കഴിക്കുമെന്ന ചിന്തയിൽ വരും. ഇതൊക്കെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ 6-8 വർഷങ്ങൾ കൊണ്ട് കേരളത്തിൽ അനുഭവിച്ച് ഈ വചനം ജീവിക്കുന്നു. ഇതാണ് ശരിയായ മാർഗമെന്ന് വെറുതെ ഒരു തിയറി പഠിച്ച് പറയല്ല, മറ്റാരുടെ ഉപദേശം പഠിച്ച് പറയുകയല്ല, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഹെഡ് സ്റ്റോൺ ഓഫ് ദ കോർണർ അല്ലെങ്കിൽ ചീഫ് കോർണർ സ്റ്റോൺ എന്ന ഈ റിലേഷനിൽ ക്രിസ്തുവുമായിട്ട് നിങ്ങളെ ചേർത്ത് പണിയുകയാണ്. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വരുവാനിരിക്കുന്നത് അനുഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ല.
യാക്കോബിന്, യോസഫിന്, ദാവീദിന്, പ്രവാചകന്മാർക്ക്. ഞാൻ കുറച്ച് പേരുകൾ മാത്രമേ എടുത്തുള്ളൂ. യെരമ്യാവിൻ്റെ വിളിയും യെരമ്യാവിൻ്റെ തിരഞ്ഞെടുപ്പും യെരമ്യാവ് കടന്നുപോയിട്ട് ഓരോ മാർഗ്ഗങ്ങൾ നോക്കിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കഷ്ടത അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് അവരതൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ പരമലക്ഷ്യം അവരല്ല, പുതിയ നിയമസഭയായിരുന്ന സ്വന്തം മക്കളായി ദൈവകുടുംബത്തിൽ ജനിക്കപ്പെട്ട് തന്നെപ്പോലെ വിശുദ്ധരാക്കി നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് സൽഗുണപൂർണ്ണരായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണപൂർണ്ണരാവി. ഇത് നമുക്ക് സ്വയമായിട്ട് സാധ്യമല്ല. ക്രിസ്തു നമ്മളിൽ വസിച്ച് നാം അവരെ സ്വീകരിച്ച് നമ്മുടെ ഫ്രീ വില്ലിനെ അവനെ കീഴ്പ്പെടുത്തി നിൻ്റെ ഹിതം എല്ലാം നിറവേറട്ടെ പൂർണ്ണ അനുസരണത്തിൽ വന്ന് അവനുമായിട്ട് ഒന്നായി ചേർന്നാൽ മാത്രമേ ഈ കോർണർ സ്റ്റോണെ പോലെ നിങ്ങളുമായി തീരുകയുള്ളൂ. അതാണ് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ 2-4 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് സുപരിചിതമായ വാക്യങ്ങൾ തന്നെയാണ്. 1 പീറ്റർ 2-4 വാക്യം തുടങ്ങി നാം വായിക്കുകയാണെങ്കിൽ, ആകയാൽ മനുഷ്യ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പ് തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. അപ്പോൾ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് മാന്യവും ശ്രേഷ്ഠവുമായൊരു മൂലക്കല്ലിൻ്റെ അടുത്തേക്കാണ്. അത് സിയോനിൽ ഓൾറെഡി ഇട്ടിരിക്കുന്നതാണ്. അതിനോട് ചേർത്ത് പണിയുന്ന ഓരോ കല്ലുകളും ഏത് മതവിഭാഗം ക്ലെയിം ചെയ്താലും, ഏത് ഡിനോമിനേഷൻ ക്ലെയിം ചെയ്താലും, ഏത് സ്ഥാനമാനങ്ങൾ ക്ലെയിം ചെയ്താലും ആ മൂലക്കല്ലിനോട് തൂക്കക്കട്ട് പിടിച്ച് പണിയപ്പെട്ടാൽ മാത്രമേ സിയോനിൽ കാണുകയുള്ളൂ. സിയോനിലെ മൂലക്കല്ലായിരിക്കുന്ന അതിശ്രേഷ്ഠമായ മാന്യമായ മൂലക്കല്ല് സ്നാനപ്പെട്ടതാണെങ്കിൽ അതിനോട് ചേർന്ന് പണിയുന്ന ഏതൊരു കല്ലും പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഏത് തിരുമേനിയായാലും ഏത് പോപ്പായാലും സ്നാനപ്പെട്ടേ ഒക്കുകയുള്ളൂ. ഞാൻ സ്നാനം പഠിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സിയോനിലും മാന്യവും ശ്രേഷ്ഠമായ മൂലക്കല്ലിനോട് ചേർത്ത് പണിയുന്ന ഓരോ വ്യക്തിയും അവൻ കടന്നുപോയത് കൂടെ കഷ്ടതയുടെ തീച്ചോളിൽ കൂടെ, നിന്ദയുടെ അപമാനത്തിൻ്റെ ഉപദ്രവത്തിൻ്റെ തീച്ചോളിൽ കൂടെ അവനുമായി കടന്നുപോയി. അവൻ മുമ്പ് കടന്നുപോയത് ക്യാപ്റ്റൻ ഓഫ് സാൽവേഷനായിട്ടാണ്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ രക്ഷാനായകനായിട്ട് തന്നിരിക്കുന്നത്. ഏത് സമയത്തും ചോദിച്ചാൽ സഹായിപ്പാൻ തൊട്ടടുത്ത് നിൽക്കുന്ന സ്നേഹിതൻ തന്നെയാണ്. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവകർത്താവ് ഈ വചനങ്ങൾ നിങ്ങളെവരെയും ശുദ്ധീകരിക്കട്ടെ. ഈ മൂലക്കല്ലിനോട് ചേർത്ത് പണിയുവാൻ തക്കോണം വളരെ താഴ്മയോടുകൂടെ വളരെ സമർപ്പണത്തോടുകൂടെ നിങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നെറ്റിലുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അതിശ്രേഷ്ഠമായ മൂലക്കല്ലായി നിന്നോട് ചേർത്ത് പണിയുവാൻ എളിയവരെയും കർത്താവെ നീ കരങ്ങളിൽ എടുക്കുന്നല്ലോ. അടിയൻ തികഞ്ഞവനായിട്ടല്ല പറയുന്നത് കർത്താവ്. അനേക അത്ഭുതങ്ങൾ നിൻ്റെ കൃപയാൽ അടിയൻ്റെ ജീവിതത്തിൽ നിന്ന് നൽകി. അനേക വീഴ്ചകളുടെ പക്കത്ത് വന്നപ്പോഴും കർത്താവ് നീ കരം പിടിച്ച് നടത്തുന്ന നിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് കർത്താവ് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരോട് നിന്നിൽ ഒന്നായി ചേർന്ന് നിന്നിൽ ഒരേ പുതുമനുഷ്യനായി ദൈവത്തോട് നിരക്കുവാൻ തക്കവണ്ണം സഹായിച്ചാട്ട്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നിൻ്റെ നാമത്തെ അനുഗ്രഹിക്കുകയാണ് കർത്താവ്. അവർക്ക് ജീവനായി കാരണമായി തീരട്ടെ, സമർപ്പണം പുതുക്കുവാൻ കാരണമായി തീരട്ടെ. അവർക്ക് വന്നിരിക്കുന്ന കഷ്ടതകളൊക്കെ നിൻ്റെ കരങ്ങളിൽ കർത്താവേ നിൻ്റെ അറിവോടുകൂടെ വന്നിരിക്കുന്നെന്നും അവരെയും മൂലക്കല്ലായിരിക്കുന്ന നിന്നോട് ചേർത്ത് പണിയുവാൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ സഹിപ്പാൻ കൃപ കൊടുത്താട്ടെ. എൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.